ഹേ ഗൈസ്, ഈ വീഡിയോയിൽ ഞാൻ വിൻഡോസ് ലാപ്ടോപ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്രോം എക്സ്റ്റൻഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മിസ്റ്റർ ഹുസിബോസ് ഷോർട്സ് ചാനലിലാണ് ഞാൻ ഈ ഫീച്ചർ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ ഗൂഗിൾ ക്രോം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ക്രോം സ്റ്റോറിന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ആ ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തീംസും എക്സ്റ്റൻഷൻസും കാണാം. അതിൽ എക്സ്റ്റൻഷൻസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ പ്രൊജക്ട് നാപ്ത എന്ന് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം എൻ്റർ അമർത്തുക. എൻ്റർ അമർത്തി കഴിഞ്ഞാൽ സെർച്ച് ആവും. എന്നിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ ഫസ്റ്റ് തന്നെ കാണുന്നതാണ് ആ ഒരു എക്സ്റ്റൻഷൻ. നമ്മൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ ആഡ് ടു ക്രോം എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രോമിൽ എക്സ്റ്റൻഷൻ ആഡ് ആവും. ഈ എക്സ്റ്റൻഷന് നോക്കുമ്പോൾ 4 സ്റ്റാർ റേറ്റിംഗ് ആണ് കാണുന്നത്. പിന്നെ 1 lakh പ്ലസ് യൂസേഴ്സും കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓവർവ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടെക്സ്റ്റും ഹൈലൈറ്റ് ചെയ്യാം, കോപ്പി ചെയ്യാം, എഡിറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇങ്ങനെ പറയുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വിചാരിക്കുക എക്സ്റ്റൻഷൻ്റെ ആവശ്യമില്ലാണ്ട് തന്നെ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റില്ലോ എന്ന്. പക്ഷേ അത് നമ്മൾ വെറുതെ ഒരു ടെക്സ്റ്റിലല്ല ചെയ്യണേ. നമ്മൾ ഗൂഗിളിൽ ഇമേജ് സെർച്ചൊക്കെ ചെയ്യുമ്പോൾ ഇമേജിൻ്റെ ഉള്ളിലൊരു ടെക്സ്റ്റ് ഉണ്ടാവുമല്ലോ, ആ ടെക്സ്റ്റാണ് ഞാൻ ഈ പറഞ്ഞ പോലെ കോപ്പി ഹൈലൈറ്റ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞത്. പ്രൊജക്ട് നാപ്തേൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സിമിലർ എക്സ്റ്റൻഷൻസ് ആണ് നമുക്കിവിടെ റിലേറ്റഡിൽ കാണാൻ പറ്റുന്നത്. സോ നമുക്കിനി ആഡ് ടു ക്രോം ക്ലിക്ക് ചെയ്യാം. ഇത് ചെക്കിങ് കുറച്ച് നേരം നിൽക്കും. അതിനുശേഷം നമുക്ക് റിമൂവ് ഫ്രം ക്രോം എന്ന് കാണിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ ആഡ് ആയി നടത്താം. ഈ എക്സ്റ്റൻഷൻ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റിമൂവ് ഫ്രം ക്രോം ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നമുക്ക് നേരെ സൈൻ ഇന്നിലേക്ക് പോവുക. സൈൻ ഇൻ വേണമെന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ലാപ്ടോപ്പിൽ നമ്മൾ സെയിം ജിമെയിൽ വെച്ച് സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ ആ എക്സ്റ്റൻഷൻ ഓട്ടോമാറ്റിക്കലി അതിൽ ആഡ് ആവും. ഇനി നമുക്ക് ഈ എക്സ്റ്റൻഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ആദ്യം തന്നെ നമുക്ക് ഇമേജ് വിത്ത് ടെക്സ്റ്റ് എന്ന് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. എന്നിട്ട് ഇമേജസ് എടുക്കുക. ഇനി നമ്മൾ ഏതെങ്കിലും ടെക്സ്റ്റുള്ള ഇമേജ് ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കേഴ്സർ അതിന് നേരെ വെച്ച് കഴിഞ്ഞാൽ ഈ ഹാൻഡിൻ്റെ ചിഹ്നം വരണമെങ്കിൽ ആ ഇമേജിലത്തെ ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. ഞാൻ കുറേ ഇമേജസിൽ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ മനസ്സിലായത് ചില ഇമേജസിൽ മാത്രമേ ഇത് വർക്കിംഗ് ആയിട്ടുള്ളൂ. സോ നമുക്ക് ഈ ഒരു ഇമേജിൽ ഞാൻ കാണിച്ചു തരാം. ഈ കമ്മിങ് സോൺ എന്നുള്ള ഈ ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കതിൽ ഈ കേഴ്സർ മാറുന്നത് കാണാം. സെലക്ഷൻ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യണ കേഴ്സറിലേക്ക് മാറും. സോ നമ്മൾ അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കോപ്പി ടെക്സ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ Ctrl+C ഷോർട്ട് കട്ട് വെച്ചിട്ട് കോപ്പി ചെയ്യാം. ഇല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ടെക്സ്റ്റ് അമർത്തിയാലും മതി. ഇനി ഞാനിവിടെ പേസ്റ്റ് ചെയ്യാൻ Ctrl+V അമർത്തി കാണിച്ചു തരാം. സോ ഇവിടെ പേസ്റ്റ് ആയി കമ്മിങ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കാണാം. അടുത്ത ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് ഫോർ ആണ്. സോ സെർച്ച് ഫോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സെലക്ട് ചെയ്ത വേർഡ് ഓട്ടോമാറ്റിക്കലി ന്യൂ ടാബിൽ സെർച്ച് ആയിട്ട് വരും. ഇനി അടുത്തത് ലാംഗ്വേജസ് ആണ്. നമുക്കിതിൽ കുറേ ലാംഗ്വേജസ് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാംഗ്വേജ് ആക്ച്വലി ചേഞ്ച് ആവും. പക്ഷേ ഇവിടെ OCR സെർവേഴ്സ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ലാംഗ്വേജ് അല്ലാണ്ട് പിന്നെ ഉള്ളത് ട്രാൻസ്ലേറ്റിൻ്റെ ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ഇറേസ് ചെയ്യാൻ, മോഡിഫൈ ചെയ്യാൻ, സ്പീക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് ഉള്ളത്. അതിൻ്റെ അടിയിൽ നമുക്ക് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇവിടെ ലാംഗ്വേജസ് ഇംഗ്ലീഷ്, സ്പാനിഷ്, റഷ്യൻ, ചൈനീസ് സിംപ്ലിഫൈഡ്, ചൈനീസ് ട്രഡീഷണൽ, ജപ്പാനീസ്, ജർമ്മൻ, ഫ്രഞ്ച് ഇതൊക്കെയാണ് ഉള്ളത്. ഇനി നമുക്ക് മുകളിൽ സ്പീക്ക് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ഗൂഗിൾ സ്പീക്ക് ചെയ്ത് കാണിച്ചു തരും. പിന്നെ നമുക്ക് മോഡിഫൈ ടെക്സ്റ്റ് ഉണ്ട്, അത് ബീറ്റ് ആയതുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഇറേസ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സെലക്ട് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് വാനിഷ് ആയി പോകും. നമുക്ക് ആക്ച്വലി ഇറേസ് ചെയ്യണ ഓപ്ഷനാണ്. എന്നാലും നമുക്കൊരു ബാക്കിൽ വാട്ടർമാർക്ക് പോലെ ചെറുതായിട്ട് കാണാൻ പറ്റും ആ ടെക്സ്റ്റ്. ഇത് ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്നല്ലാണ്ട് വേറൊരു ഉപകാരമില്ല. നമുക്ക് ഇഷ്ടംപോലെ പിക്സാർട്ട് അങ്ങനത്തെ കുറേ ആപ്സിൽ നമുക്ക് ഇറേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇൻബിൽഡ് ആയിട്ടുണ്ട്. പിന്നെ ഈവൻ സാംസങ് ഫോൺസിന് ഇറേസ് ടൂളും വന്നിട്ടുണ്ട്. സോ അങ്ങനെ ടെക്സ്റ്റ് ഇറേസ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഇത് ഞാൻ വേറൊരു ഇമേജ് എടുത്തതാണ്. ഇതിൽ നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ ഞാനിവിടെ ഇറേസ് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഇറേസ് ആയി പോവും. എന്നാലും ഇതിനും വാട്ടർമാർക്ക് ചെറുതായിട്ട് കാണാനുണ്ട്. ടെക്സ്റ്റ് മൊത്തത്തിൽ ക്ലിയർ ആയിട്ട് പോകുന്നില്ല. ഇനി അടുത്തത് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനാണ്. അതിൽ നമുക്ക് ഷോ OCR ഡിസ്ക്ലെയിമർ, ഡിസേബിൾ ലുക്കപ്പ്, എനേബിൾ സെർച്ച് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഞാൻ നേരത്തെ ചില ഇമേജസിൽ ഈ ഓപ്ഷൻസ് ഒന്നും വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാനിവിടെ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ഇതേപോലെ കേഴ്സർ വെക്കുകയാണെങ്കിൽ അതിൽ മറ്റേ ഈ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. സോ ചില പിക്ചേഴ്സിൻ്റെ മുകളിൽ ടെക്സ്റ്റ് കൊടുക്കണതിലൊന്നും ഇത് വർക്കിംഗ് അല്ല. പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതിലാണ് കൂടുതൽ ഈ ഒരു ഓപ്ഷൻസ് വർക്കിംഗ് ആവണേ. പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വേണമെന്നില്ല. നമുക്ക് ഈ ഒരു ഇമേജിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സോ ഞാനിതിൽ സെലക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അഡ്വാൻസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ നമ്മൾ ഷോ ലെറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ലെറ്റേഴ്സ് അവിടെ സെലക്ട് ആവുന്നത് കാണാം. സെലക്ട് ആവാമെന്ന് ഉദ്ദേശിക്കുന്നത് ആ ഓരോ ലെറ്ററിൻ്റെ മുകളിൽ ഒരു റെക്ടാങ്കുലർ ബോക്സ് സെലക്ട് ആയിരിക്കുന്നത് കാണാം. ഇനി നമ്മൾ അഡ്വാൻസിൽ അടുത്ത ഓപ്ഷൻ ഷോ വേർഡ്സ് ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വേർഡ്സും മൊത്തത്തിൽ സെലക്ട് ആവും. പിന്നെ ഷോ സ്റ്റിച്ചിങ് ഉണ്ട്, ഷോ ലൈൻസ് ഉണ്ട്. അത് അമർത്തി കഴിഞ്ഞാൽ വേർഡ്സിൻ്റെ മേലെ കൂടെ ലൈൻസ് ഓവർലേ വരും. പിന്നെ ഷോ റീജൻസ് അടിച്ച് കഴിഞ്ഞാൽ ആ റീജൻസ് ഒക്കെ സെലക്ട് ആയി കാണിക്കും. ഇനി അടുത്തത് ഷോ കോണ്ടോസ് ആണ്. അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവരി വേർഡ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. പിന്നെ ഷോ ചങ്ക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വേർഡ്സിനും ഹൊറിസോണ്ടൽ ലൈൻസ് വെച്ച് കൊടുക്കുന്നത് കാണാം. ഇനി ഷോ റെക്കഗ്നീഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വേർഡ്സ് റെക്കഗ്നൈസ് ചെയ്യും.
പിന്നെ ഷോ റെക്കഗ്നേഷനിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കാണിക്കുക, ഇംഗ്ലീഷിൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രോജക്റ്റ് നാപ്ത എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്റ്റൻഷൻ്റെ ഫീച്ചേഴ്സ്. സോ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനലിലെ ഒരു സബ്സ്ക്രൈബർ അല്ല എങ്കിൽ അടിയിലത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.